friends, welcome back to my channel. അപ്പോൾ ഇന്നൊരു പ്രിൻ്ററിൻ്റെ സോഫ്റ്റ്വെയർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ പരിചയപ്പെടുത്തിയിരുന്നത്. അതായത് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സൻ്റെ മോണോക്രോം മെഷീനായ M1120 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ എത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സാകും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. അപ്പം ഇന്ന് നമുക്ക് എപ്സൻ്റെ M1120 എന്ന പ്രിൻ്ററിൻ്റെ വിൻഡോസ് 7 വേണ്ട ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ സി ഡി ഡ്രൈവിൽ വെച്ച് സി ഡി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് മൈ കമ്പ്യൂട്ടർ, എല്ലാവർക്കും അറിയാം മൈ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും സി ഡി ഡ്രൈവിൻ്റെ പാത്ത് കാണിക്കും. അപ്പോൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുന്നു. മൈ കമ്പ്യൂട്ടർ അവിടെ സി ഡി ഡ്രൈവ് ഡിറ്റക്ട് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ നെക്കിയിട്ട് ഓപ്പൺ കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ റിക്വസ്റ്റ് ചോദിച്ചു, യെസ് കൊടുക്കുക. അവിടെ താഴത്തെ എഗ്രി ടിക്ക് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അവിടെ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. തൽക്കാലം വേണ്ട, നമ്മൾ നെറ്റ് വെറുതെ പായാക്കേണ്ട, വെറുതെ പിന്നെ കുറച്ച് സ്ലോ ആവും ചെയ്യും. അപ്പോൾ തൽക്കാലം നമുക്കത് 2-3 ടിക്ക് ഒഴിവാക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ക് ചാർജ് കംപ്ലീറ്റ് ആയോ ഇല്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ഇവിടെയും നെക്സ്റ്റ് അടിക്കുക. ഇൻഫോർമേഷനാണ്, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിൻ്ററിൻ്റെ ഡ്രൈവർ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 കണക്ഷൻ മെത്തേഡുകളുണ്ട്. ഒന്ന് വയർലെസ് ആയി വൈഫൈ വഴി ചെയ്യണോ അതോ USB കേബിൾ വഴി ചെയ്യണമെന്നാണ് വേണ്ടത്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് USB കേബിൾ വഴിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, അവിടെ നമ്മൾ USB കേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ പ്രിൻ്ററിൻ്റെ USB കേബിൾ ഒരു ഭാഗം കമ്പ്യൂട്ടറിലും മറ്റേ സൈഡ് പ്രിൻ്ററിൻ്റെ ബാക്കിലും കണക്ട് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് പ്രിൻ്ററിൻ്റെ സൈഡിൽ USB കേബിളിൻ്റെ ഒരു സൈഡ്, അതായത് പ്രിൻ്റർമൊക്കെയുള്ള സൈഡ് ഇതേപോലത്തെ സൈഡ് നമ്മൾ പ്രിൻ്ററിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ചെയ്തു. മറ്റേ സൈഡ് നമ്മൾ കമ്പ്യൂട്ടറിന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ കണ്ടില്ലേ, ഡിറ്റക്ട് ചെയ്തു. കമ്പ്യൂട്ടർ പ്രിൻ്ററിനെ ഡിറ്റക്ട് ചെയ്തു. അതാണ് ഇൻസ്റ്റാളിങ് ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് കാണിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടിക്ക് കാണിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും ഓക്കെ ആയി. ഇവിടെ നെക്സ്റ്റ് അടിക്കുക. ഇപ്പം ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മളോട് ടെസ്റ്റ് പേജ് അടിക്കണോ വേണ്ട, അതാണ് ഇപ്പോൾ തൽക്കാലം വേണ്ട. നമുക്ക് നെക്സ്റ്റ് അടിക്കുക. ഈ ടിക്ക് ഒഴിവാക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ഫയർവെയർ ഡൗൺലോഡ് ചെയ്തെടുക്കും. ആ സമയത്ത് ചിലപ്പോൾ പ്രിൻ്റർ അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് പ്രത്യേകം നോക്കുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ പോയി പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്തോണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. ഉണ്ട്, പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഇഷ്യൂ കാണിക്കേണ്ട ഒരു മഞ്ഞകളുടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് വന്നു. നമുക്ക് ഡിവൈസ് പ്രിൻറ്റേഴ്സിൽ ഒന്നുകൂടി പോയി നോക്കാം. കണ്ടോ, ഓക്കെയാണ്. ഇവിടെ രണ്ടാമത്തേതായിട്ട് കണ്ടില്ല, പ്രിൻ്റർ സെലക്ട് ആയി കിടക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെൽ ബട്ടൺ നിൽക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയോ ചെയ്യുക. സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ.